എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ചോപ്പറും റോബിനും അവർ രണ്ടുപേരും ഇപ്പൊ സോംബീസിന്റെ കയ്യില് അങ്ങനെ പെട്ട് കിടക്കുകയാണ്. ആ ഡോക്ടറിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. കാരണം സാഞ്ചിയുടെയും സോറയുടെയും ഷാഡോ പവറുള്ള സോംബീസ് ആണ് ഇപ്പൊ അവർ രണ്ടുപേരെയും ലോക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ചോപ്പറിനാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻ. കാരണം സാഞ്ചിയുടെ ഷാഡോ ഉള്ള ആ ഒരു പെൻക്വിൻ സോംബി അതാണെങ്കിൽ ഗേൾസിനെ അറ്റാക്ക് ചെയ്യില്ലായിരുന്നു. ഇപ്പൊ അത് റോബിനെ അറ്റാക്ക് ചെയ്തു. സോ ഉറപ്പായിട്ടും നീ സാഞ്ചി അല്ലാന്ന് പറഞ്ഞ് ഇപ്പൊ ചോപ്പർ നിലവിളിക്കും. അതിനാ പെൻഗ്വിൻ പറയും, അൺബിലീവബിൾ, ഞാൻ എത്ര തവണ പറഞ്ഞു ഞാൻ സാഞ്ചിയും കൂടെ ഒന്നല്ലാന്ന്, എന്നിട്ട് വീണ്ടും വീണ്ടും നീ എന്നെ അതന്നെ വിളിക്കാണോ? അപ്പോഴായിരിക്കും ആ ഡോക്ടർ ആളാണെങ്കിൽ അതെല്ലാം കേട്ട് ചിരിച്ച് ഇപ്പൊ ചോപ്പറിനോടും റോബിനോടും പറയാ, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സോംബികൾക്ക് അവർക്ക് ആ ഒരു ഷാഡോയുടെ കുറെ നേച്ചേഴ്സ് ഉണ്ടാവും. പക്ഷെ പതിയെ പതിയെ അതൊക്കെ മറന്നുപോയി അവറ്റകള് ഞങ്ങളുടെ കൺട്രോളിലാവും. ഈ പെൻഗ്വിനും ഈ സോംബിക്കും അവർക്ക് രണ്ടുപേർക്കും അത് തന്നെയാണ് സംഭവിച്ചത്. നിങ്ങളുടെ കൂട്ടുകാരുടെ നേച്ചർ അവരിപ്പോ ഓൾമോസ്റ്റ് മുഴുവനായിട്ട് മറന്നിരിക്കുകയാണ്. ചോപ്പറിനാണെങ്കിൽ ഇപ്പൊ ഡോക്ടറോടുള്ള ദേഷ്യം അത് കൂടിക്കൂടി വരും. കാരണം മരിച്ചവരെ തിരികെ കൊണ്ടുവരുന്ന ഒരു നല്ല കർമ്മമാണ് ഇത്രയും കാലം ആ ഡോക്ടർ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് ചോപ്പർ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ ഡോക്ടർ ഇത്രയും ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. അത് തിരിച്ചറിഞ്ഞ സമയം മുതൽ ചോപ്പർ ആ ഡോക്ടറിനെ ഒരുപാട് വെറുക്കാൻ തുടങ്ങി. ആ ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ ക്യാഷ്വലായിട്ട് ചോദിക്കും, ഞാനെന്തിന് മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടണം? എന്ത് ചെയ്താലും എനിക്ക് റിട്ടേൺ കിട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂന്ന് പറഞ്ഞ് അവൻ വീണ്ടും ആഷ്ട്യത്തോടുകൂടെ ചോപ്പറിനെ നോക്കി ചിരിക്കും. ചോപ്പറിനാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഡോക്ടർ പറയും, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഒരുപാട് പണത്തിന് വേണ്ടി ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു. എന്റെ ട്രീറ്റ്മെന്റ് അത് ഫലിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ജനങ്ങളെല്ലാവരും എന്റെ അടുത്തേക്ക് ഇരമ്പി കയറി വന്നു. അവരാണെങ്കിൽ എന്റെ കാലിൽ വീണ് കെഞ്ചി അവരുടെ ജീവിതത്തിന് വേണ്ടി. പക്ഷെ എനിക്കാണെങ്കിൽ അതൊന്നും തീരെ ഇഷ്ടമായില്ല. എനിക്ക് അന്നും ഇന്നും ആവശ്യം പണം, അത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം, നീ എനിക്ക് മെഡിക്കൽ എത്തിക്സ് എന്താണെന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും ആരും പറയുന്നത് ഞാൻ കേൾക്കാൻ പോകുന്നില്ല. മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അതൊരു വലിയ മിറാക്കിൾ പ്രോസസ് ആണ്. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒപ്പനാണെങ്കിൽ ഇതൊക്കെ കേട്ട് അവന്റെ ദേഷ്യം അത് വീണ്ടും വീണ്ടും ഇരട്ടിയാവും. നിർത്തിലടാ നീ, സ്റ്റോപ്പ് ദ ഫക്ക്. പിടിച്ചിരിക്കുന്നവരെ കൊണ്ടുവന്ന് അവരുടെ ഷാഡോ അത് പിടിച്ചു വലിച്ചെടുത്ത് സോംബികളുടെ ബോഡിയിലേക്ക് കയറ്റുന്നതാണോ ചെയ്യുന്ന ഈ പുണ്യപ്രവൃത്തി? അത്രയും പറഞ്ഞ ഡോക്ടർ ആളുടെ കാല് ചുരുട്ടി സിൻഡർ പെണ്ണിനെ ചവിട്ടി തെറിപ്പിക്കും. ചവിട്ടുകൊണ്ട് അവൾ തെറിച്ചു വീഴും. പക്ഷെ അവൾക്കാണെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഡോക്ടർ അവളോട് ഇപ്പൊ ഫ്ലോറ് അത് സക്ക് ചെയ്യാൻ പറയും. അത് കേൾക്കേണ്ട താമസം അവൾ അവിടെ മുഴുവൻ സക്ക് ചെയ്യാൻ തുടങ്ങും. ചോപ്പറിന് പിടികിട്ടും അവൻ എല്ലാവരെയും അവന്റെ സ്ലേവാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ അവൻ പതിയെ നടന്ന് ചോപ്പറിന്റെ അടുത്തേക്ക് വരും. നിങ്ങൾ ഈ സിൻഡ്രയുടെ റൂം കണ്ടില്ലേ? നിനക്കൊരു കാര്യം അറിയോ? അത് ആക്ച്വലി സിൻഡ്രയുടെ റൂമല്ല, മറിച്ച് എന്റെ റൂമാണ്. വിക്ടോറിയ സിൻഡ്രയുടെ ഫോട്ടോസ് അത് മുഴുവൻ ഞാനാണ് എന്റെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചത്. അവളെ പണ്ട് മുതലേ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അവളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. സിൻഡ്ര എന്നെ കാണാൻ വന്നത് ഒരു പേഷ്യന്റ് ആയിട്ടായിരുന്നു. അവളുടെ അസുഖങ്ങളെല്ലാം തന്നെ ഞാൻ ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തി. അവൾ വീണ്ടും പഴയതുപോലെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് ഡബിൾ പോപ്പുലറായി. എന്റെ ഇഷ്ടം അത് ഞാൻ അവളെ അറിയിക്കാൻ അവളുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അവളുടെ ലൈഫിലേക്ക് മറ്റൊരാൾ കടന്നു വന്നിരുന്നു. അതെനിക്ക് സഹിക്കാനാവുമായിരുന്നില്ല. ആ ഡിപ്രഷനിൽ കഴിയുന്ന സമയത്താണ് ഡബിൾ ഷോക്കായി സിൻഡ്രയുടെ മരണ വാർത്ത എന്നെ തേടിയെത്തിയത്. അതെനിക്ക് പുതിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു. എന്നെ മറ്റൊരു പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ ആ വാർത്ത തന്നെയാണ്. അതിന് ബോണസ് എന്ന പോലെ ഞാൻ ആ ഗഗ്ഗോമുറിയെ കണ്ടുമുട്ടി. അതിനുശേഷം മരിച്ചുപോയവരെ തിരികെ കൊണ്ടുവരാൻ അതിനുള്ള ചില എബിലിറ്റീസ് ആൾ എനിക്ക് തന്നു. സോ ഞാൻ ആദ്യം ചെയ്തത് സിൻഡ്രയുടെ കല്ലറയിലേക്ക് പോയി അവളുടെ ബോഡി അത് റീകളക്ട് ചെയ്യുക എന്നതായിരുന്നു. അതിനുശേഷം ഗഗ്ഗോമുറിയ അവൾക്ക് ജീവൻ കൊടുത്ത് എന്റെ ഒരു സ്ലേവാക്കി മാറ്റി. അവളുടെ ലൈഫ് എല്ലാം നശിപ്പിച്ച് ഞാനിപ്പോ എന്റെ അടിമയായി അവളെ യൂസ് ചെയ്യാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ചോപ്പറിനെ കാണിക്കും. ചോപ്പറിനാണെങ്കിൽ ഈ സ്റ്റോറിയൊക്കെ കേട്ട് അവന്റെ ക്ഷമ നശിച്ചിരിക്കുകയാണ്. ചോപ്പർ പറയും, നീ ഇപ്പൊ തന്നെ മര്യാദക്ക് അവളോട് ഫ്ലോർ സക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ നീ വിവരം അറിയും. ഡോക്ടറിനാണെങ്കിൽ അത് കേട്ട് ദേഷ്യം വരും. ആള് സെൻട്രിയോട് ഇപ്പൊ ചോപ്പറിനെ അറ്റാക്ക് ചെയ്യാൻ പറയും. അവളത് കേൾക്കേണ്ട താമസം ഒരുപാട് പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് ചോപ്പറിന് നേരെ വലിച്ചെറിയാൻ റെഡി ആയിട്ട് നിൽക്കും. അവളാണെങ്കിൽ ഇപ്പൊ പ്ലേറ്റ്സ് വലിച്ചെറിയും. പക്ഷെ ചോപ്പർ അവളുടെ കൈ പിടിച്ച് വലിച്ച് എങ്ങനെയെങ്കിലും ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. അവൾ അവന്റെ കൈ തട്ടി മാറ്റി പ്ലേറ്റ്സ് അങ്ങനെ എടുത്ത് അവന്റെ തലയ്ക്കൊരൊറ്റ അടി. ചോര തുളുമ്പി ചോപ്പറാണെങ്കിൽ
ഒരുപാട് വേദനയിൽ നിലവിളിക്കും. റോബിനെ കൊണ്ടാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവള് നോ എന്നലറി കാറുമ്പോ ഇവിടെ ആ ഡോക്ടർ ആളാണെങ്കിൽ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കും. സെൻട്രി ആണെങ്കിൽ ഇപ്പൊ ചോപ്പറിനെ അറഞ്ചം പുറഞ്ഞ് തല്ലും. അതിന് ചോപ്പർ ഇഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവളുടെ പഞ്ചൊക്കെ തന്നെ ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം അവളെ പിടിച്ചു വലിച്ച് അവളോട് പറയും, സെൻട്രി ഡൈവ് ചെയ്ത് ഞാൻ പറയുന്ന ഇപ്പോഴെങ്കിലും നീ കേൾക്കണം. ആ ഡോക്ടർ ആൾ നിന്നെ യൂട്ടിലൈസ് ചെയ്യാണ്. ഒരു കാരണവശാലും നീ അതിന് വഴങ്ങി കൊടുക്കരുതെന്ന് പറയുമ്പോഴേക്കും അവളാണെങ്കിൽ അവളുടെ കാലു മടക്കി ചോപ്പറിന്റെ വയറ്റിൽ തന്നെ ഒരൊറ്റ അടി. ആ ഒരു അടിയിൽ നമ്മുടെ പാവം ചോപ്പർ തകർന്നു പോകും. ഇവിടെ ഡോക്ടർ ആണെങ്കിൽ അവരുടെ ഫൈറ്റൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ്. പക്ഷെ ചോപ്പർ ആണെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് പിടിപെടില്ല. ദയവ് ചെയ്ത് ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം. നീ ഓൾറെഡി മരണപ്പെട്ടു പോയി. നിന്റെ ജീവന്റെ തുടിപ്പായിരുന്ന ഹൃദയം അത് നിനക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ നീ ഇതുപോലെ ഇവന് സ്ലേവ് ആയിട്ട് ജീവിക്കുകയാണെന്ന് നിന്നെ ഇഷ്ടപ്പെടുന്നവരും നിന്റെ ഫാമിലി അറിയുകയാണെങ്കിൽ അവർക്ക് എത്രത്തോളം വിഷമാവും. നീ ഒരു സെക്കൻഡെങ്കിലും അവരെ കുറിച്ച് ചിന്തിക്കണം. സോ ഒരു കാരണവശാലും ഇവന്റെ മുൻപിൽ ഒരടിമയെ പോലെ നിൽക്കാൻ പാടില്ല. സെൻട്രിക്കാണെങ്കിൽ ചോപ്പർ എന്തൊക്കെ പറഞ്ഞിട്ടും അവളുടെ തലയിൽ കയറില്ല. അവൻ വീണ്ടും വീണ്ടും എന്റെ കൈവിട്, എനിക്ക് നിന്നെ തല്ലണം കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ചോപ്പറിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ ചോപ്പറിനോട് പറയും, നീ എന്തൊക്കെ പറഞ്ഞ് അവളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും കാര്യമില്ല. അവളെ വെറും വാക്കുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, പവർ കൊണ്ടാണ്. അതിന് ചോപ്പർ ഒരിക്കലുമില്ല, നീ ഒരു കാരണവശാലും അവൾക്ക് ഇഷ്ടപ്പെട്ടു പോയ ജീവനോ നല്ല ജീവിതമോ അല്ല ഇപ്പൊ തിരിച്ചു കൊടുത്തിരിക്കുന്നെന്ന് പറഞ്ഞ് അവൻ അലറും. ആ ഒരു അലർച്ച കേട്ട് റോബിനും സെൻട്രിയും അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഷോക്കായി പോവും. ഉടനെ ചോപ്പർ അവൻ നിലവിളിച്ചു പറയും, റോബിൻ എത്രയും പെട്ടെന്ന് ഇവളുടെ വായില് സോൾട്ട് ഇട്. റോബിൻ സോൾട്ട് എടുത്ത് അവളുടെ അടുത്തേക്ക് ഓടി വരുമ്പോഴേക്കും ആ ഡോക്ടർ ആളാ സോംബീസിനോട് ഇപ്പൊ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ദേഷ്യപ്പെട്ടു പറയും. ഡോഗി പെൻഗ്വിൻ ആണെങ്കിൽ ചാടി വന്ന് ചോപ്പറിനെ ആഞ്ഞു ചവിട്ടും. ജിഗറോ അവനാണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് വീശുമ്പോഴേക്കും റോബിൻ അവളുടെ കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കും. അവര് 3 പേരും ഇപ്പൊ 3 ഭാഗത്തേക്ക് തെറിച്ചടിച്ചു വീഴും. പക്ഷെ ജിഗറോ ആണെങ്കിൽ അവന്റെ ഫുൾ ഫോഴ്സില് കുതറി ഓടും. ശേഷം വാളെടുത്ത് വെട്ടി റോബിനെ താഴെയിടും. അപ്പോഴായിരിക്കും മറ്റൊരു ട്വിസ്റ്റ്. ജിഗറോ വില്ലന്റെ അറ്റാക്കില് ആ പെൻഗ്വിനും പരുക്കു പറ്റിയിരുന്നു. പെൻഗ്വിൻ ഇപ്പോ ഫുൾ കലിപ്പില് ജിഗറോയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അതിന്റെ അടുത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം സാഞ്ചിയും സോറോയും അവർ 2 പേരും ഫൈറ്റ് ചെയ്യുന്നത് പോലെ അവര് തല തമ്മില് കൂട്ടിയിടിപ്പിക്കും. എന്നിട്ട് 1-ന് 50 പറഞ്ഞ് 100 പറഞ്ഞ് 2 പേരും പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. ഡോക്ടർ ആണെങ്കിൽ വാ തുറന്ന് അവരെ തടയാൻ ശ്രമിക്കുമ്പോഴേക്കും റോബിൻ അവളുടെ കൈ വെച്ച് ഡോക്ടറിന്റെ വാ അത് പൊത്തിപ്പിടിക്കും. കാരണം 2 പേരും ഇങ്ങനെ കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായാലും ആരെങ്കിലും ഒരാളുടെ കാര്യം തീരുമാനാവും. ഇവിടെ ഡോക്ടർക്കാണെങ്കിൽ ശ്വാസം മുട്ടും. ഉടനെ റോബിൻ അവള് കൈയെടുക്കും. ഡോക്ടർ ആണെങ്കിൽ ശ്വാസം വലിച്ചു വിടുകയാണ്. അതുകൊണ്ട് റോബിൻ പറയും, ഇതൊരു വലിയ ടവറല്ലേ, എന്തുകൊണ്ട് എന്നോടും ചോപ്പറിനോടും ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ നിനക്ക് പറഞ്ഞൂടാ? അത് കേൾക്കേണ്ട താമസം ആ ഡോക്ടർ ആള് നിലവിളിച്ചു പറയും, നിങ്ങൾ 2 പേരും ബിൽഡിങ്ങിന് മുകളിൽ താഴേക്ക് ചാടി ചാവ്. ഡോക്ടർ അവന്റെ പവർ അവർക്ക് നേരെ അപ്ലൈ ചെയ്യും. പക്ഷെ ജസ്റ്റ് മിസ്സിന് ചോപ്പറും റോബിനും തെന്നി മാറും. ആ ഓർഡർ അതിപ്പോ ആ 2 സോംബീസ് കേട്ട് അവറ്റകളാണെങ്കിൽ ജനലിലൂടെ താഴേക്ക് ചാടാൻ അങ്ങനെ കുതിച്ചു പായാണ്. അവറ്റകൾ 2ഉം ഇപ്പൊ ജനലിലൂടെ പുറത്തേക്ക് ചാടും. ഇവിടെ നമ്മുടെ റോബിൻ അവളുടെ കുഞ്ഞൻ ഐഡിയയില് കറക്റ്റ് ആയിട്ട് ആ ഡോക്ടർ വീണു. ഇവിടെ ചോപ്പർ അവനാണെങ്കിൽ വീണ്ടും ഡോക്ടറിനെ ഇടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് വരും. ഡോക്ടർ ഉടനെ സിൻഡ്രിയോട് പറയും, സിൻഡ്രി എങ്ങനെയെങ്കിലും ഇവനെ പിടിച്ചു നിർത്ത്, ഗ്യാപ്പില് ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോളാം. പക്ഷെ സിൻഡ്രി ആണെങ്കിൽ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ അങ്ങനെ നിൽക്കും. അപ്പോഴായിരിക്കും റോബിനും ചോപ്പറും ഒരു കാര്യം ശ്രദ്ധിക്കുക. സിൻഡ്രി അവളിപ്പോ കരയാണ്. ചോപ്പർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അവളുടെ മനസ്സലിഞ്ഞു കഴിഞ്ഞു. അവൾക്കുടനെ ഇപ്പൊ അവളുടെ പഴയ മെമ്മറീസ് അത് തിരികെ കിട്ടും. ഡോക്ടർ വീണ്ടും വീണ്ടും അവളോട് ആജ്ഞാപിച്ചു കൊണ്ടേയിരിക്കും. അതിനവൾ ദേഷ്യപ്പെട്ടു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഈ പറയുന്ന ഒരു കാര്യങ്ങൾ പോലും എനിക്ക് കേൾക്കാൻ തയ്യാറില്ല. അത് കേട്ട് ഡോക്ടർ ആള് സിൻഡ്രി എന്ന് വിളിച്ച് നിലവിളിച്ച് കരയും. കട്ട് ചെയ്ത ഇവിടെ 900 അവനിപ്പോ ആ ഗക്കോമുറിയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അവനെ കണ്ട് ലൂഫി അങ്ങനെ ഫ്രീസായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.